ഗൈസ്, അപ്പോൾ സമയം 5 മണി. നമ്മൾ ഉറക്കം എണീച്ചു. അപ്പോൾ നമ്മൾ ഇനി ഒന്ന് ജസ്റ്റ് ഫ്രഷ് ആയിട്ട് നമ്മൾ ഫുഡ് കഴിച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാം. അതിന് അമ്മൂസൊന്ന് വിളിക്കാം. ഇറ്റ്സ് മീ. 5 മണിയായി. ഗുഡ് മോർണിംഗ്. വേക്കപ്പ്. ആദ്യമായിട്ടാണ് ഞാൻ ഈ ടൈം കാണുന്നത്. അതെ, ഡേറ്റ്സ് ഗുഡ് ഫോർ റംദാൻ. പിന്നെ നാളെ വേറൊരു സ്പെഷ്യാലിറ്റി ഉണ്ട്. നാളെ റംദാൻ മാത്രമല്ല, നാളെ നമുക്കും എന്താ പറയാ ആഷ് വെനസ്ഡേ ആണ്. അതായത് നമ്മൾ ക്രിസ്ത്യൻസിനും കൂടിയിട്ട് നോമ്പ് സ്റ്റാർട്ടിങ് ആണ്. നമുക്കിങ്ങനെ ഫുൾ ടൈം പിടിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ ഞങ്ങൾ രണ്ടും കൂടെ മിക്സ് ചെയ്ത് നമ്മൾ എല്ലാ കൾച്ചറും നമ്മൾ ഫോളോ ചെയ്യണം. വി ബിലീവ് ഇൻ ഓൾ ഗോഡ് എന്നാണ്. അപ്പൊ നാളെ നമ്മള് മുസ്ലിംസിന്റെ നോമ്പും ക്രിസ്ത്യൻസിന്റെ നോമ്പും നമുക്ക് എല്ലാ കാസ്റ്റും ഉണ്ട്. നമ്മുടെ ഓവർനൈറ്റ് ഓട്സ് നമ്മൾ ഫസ്റ്റ് ടൈമാ ഇത് ചെയ്യുന്നത് കേട്ടോ. ലാസ്റ്റ് ഇയർ ഇവളുടെ ഫസ്റ്റ് റംദാൻ ആണ്. ബെസ്റ്റ് വിഷസ്. എന്റെ ഇപ്പൊ സെക്കൻഡ് ഇയർ ആയി. പക്ഷെ ലാസ്റ്റ് ഇയർ ഒരു തവണ പിടിക്കാൻ നോക്കിയിട്ട് പറ്റില്ല. ഇത്തവണ ഐ എം ഓൾ സെറ്റ്. ഓക്കെ, നാളെ എന്താവും അറിയില്ല, നോക്കാം. അപ്പൊ ഞങ്ങൾക്ക് രണ്ടുപേർക്കും കൂടി ഇത് മതി. നമ്മൾ രാവിലെ ഒത്തിരി കഴിക്കില്ല. സമയം കണ്ടോ, കാണാൻ പറ്റുന്നുണ്ടോ? 11:50 6 മണിക്കൂർ ഉറങ്ങണോന്നൊക്കെ കൂട്ടി വെച്ചേക്കും. അതെ, ഇന്ന് 10:30 ഉറങ്ങണം വിചാരിച്ചു. അപ്പൊ 11:50. കുഴപ്പമില്ല. നാളെ ഞങ്ങൾക്ക് ഓഫീസ് ടൈം ഈവനിങ് 5 o'clock വരെ ഉള്ളൂ. അവിടെ ആപ്പിൾ ഇരിപ്പുണ്ടായിരുന്നു ഫ്രിഡ്ജില്. ആപ്പിൾ കട്ട് ചെയ്യാൻ എനിക്ക് വയ്യ. എടുത്തിട്ട് ഞാൻ കട്ട് ചെയ്ത് തരാം. ഇതിലിടാൻ സോക്ക് ചെയ്ത് വെക്കാൻ ഇരിക്കാൻ സമയം. ഓക്കെ ഗൈസ്, ഞാൻ ആപ്പിൾ എടുത്തിട്ട് വരാം. ഗൈസ്, അവൾ ആപ്പിൾ എടുത്തിട്ട് വരും. അപ്പോഴത്തേക്ക് നമുക്ക് എന്താണ് ഗൈസ്, ഇത് ഡേറ്റ്സ്. ഇത് എന്ത് ഡേറ്റ്സ്? എന്തോ ഡേറ്റ്സ് ഗൈസ്, എനിക്ക് പേരൊന്നും അറിയില്ല. ഇതിലിപ്പോ ഓട്സ് ഇട്ടിട്ടുണ്ട്, ഫ്ലാക്സ് സീഡ്സ് അല്ലല്ലോ, എന്ത് സീഡ്സ് ആയിട്ടെ? സൺഫ്ലവർ സീഡും വേറെന്തോ സീഡ്. സൺഫ്ലവർ സീഡും വേറെന്തോ സീഡും ഉണ്ട് ഗൈസ്. സൺഫ്ലവർ സീഡും ഇപ്പൊ പറയും. ഒരു മിനിറ്റ്, മറന്നുപോയി. അതാണ് പംകിൻ സീഡ്. സോറി, പേര്. ഇത് സൺഫ്ലവർ സീഡ്, ഇത് പംകിൻ സീഡ്. ഗുഡ് ഫോർ ഹെൽത്ത്. നമുക്ക് ആപ്പിളും ഡേറ്റ്സിനായിട്ട് ഇതാക്കാം. ഗൈസ്, ഞങ്ങൾ ഓൺ വോയിസിലൊക്കെ വീഡിയോ ഇടുന്നതാണ്. എല്ലാരും വീഡിയോ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം. ഞങ്ങൾക്ക് സബ്സ്ക്രൈബേഴ്സിനെ കൂട്ടിത്തരണം. നമ്മൾ 1K സബ്സ്ക്രൈബർ ആകുമ്പോൾ ഇവിടെ കുറച്ച് ലൈറ്റിന്റെ ഇഷ്യൂസ് ഉണ്ട്. കുറച്ച് തോന്നി. പിന്നെ ഇരുട്ടും കൂടെ അല്ലേ. കുഴപ്പമില്ല, ഞങ്ങള് ഇപ്പൊ മൈക്ക് മേടിച്ചു. ഇനി അടുത്ത റിംഗ് ലൈറ്റ് മേടിക്കും. പിന്നെ ഞങ്ങള് ഗോപ്രോ ഒക്കെ വാങ്ങും. എല്ലാം വാങ്ങും ഇൻഷാ അല്ലാഹ്. ഡേറ്റ്സ് ഇവിടെ മുമ്പേ എടുത്തിട്ടുണ്ട്, കഴിഞ്ഞ തവണ കൊച്ചിയിൽ നിൽക്കുമ്പോ. പക്ഷെ ഞാൻ അങ്ങനെ എടുത്തിട്ടില്ല. പക്ഷേ നേരെ ചോ എടുക്കാറുള്ളത്. അതെ, കള്ള നോമ്പ് എടുക്കും. അടിബിളാണ്. ഇല്ല, ഞാൻ സത്യ നോമ്പാ. ഇതാണ് പ്രശ്നം. മിണ്ടാണ്ടിരിക്കുമ്പോ രണ്ടും മിണ്ടാണ്ടിരിക്കും. ഞാൻ പറയാമെന്ന് പറയട്ടെ. ഐ ആം സോ എക്സൈറ്റഡ്. എങ്ങനെ ആവുമെന്ന് അറിയില്ല. ഞാൻ നാളെ തലറങ്ങി വീഴാണ്ടിരുന്നാ മതി ഓഫീസിൽ. അങ്ങനെ സംഭവിക്കില്ല. ഇല്ല, അള്ളാഹു എന്നെ കാത്തുരക്ഷിക്കും. ഇല്ല ഈശോയെ. നീ എന്താ പറയാവുന്ന? മറന്നുപോയി ഗൈസ്. പക്ഷെ നല്ല വൈബായിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഇഷ്ടമായി ഈ ഒരു വൈബ്. എല്ലാ ദിവസവും ഉണ്ടായാൽ മതിയായിരുന്നു. ഇന്ന് ഞങ്ങൾ ഹാപ്പി ബാലൻസ് വന്നാ അതിപ്പോ കഴിച്ചോ? കറുത്തു പോകും. ആപ്പിൾ കറുത്തു പോകും ഗൈസ്. ആപ്പിൾ കറുത്തു പോകാതിരിക്കാൻ എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? ഉപ്പിലിട്ട് വെക്കണം അല്ലേ? ഉപ്പ് വെള്ളത്തിൽ. അപ്പോഴാ കറുത്തില്ല. ആര് പറഞ്ഞു? ഞാൻ പറഞ്ഞു.
ഗൈസ് എന്നെ യഥാർത്ഥത്തിൽ കാണാൻ ഇങ്ങനല്ല, ഞാൻ സുന്ദരിയാണ്. ഇപ്പൊ ഈ വീഡിയോയിൽ ലൈറ്റ് ഇല്ലാത്തതുകൊണ്ട് എങ്ങനെ ഇരിക്കുന്നത്. ശരിക്കും ശരിക്കും ഞാൻ സുന്ദരിയാ, അമ്മ പറയാറുണ്ട്. ലൂണാമ എല്ലാം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതായിരിക്കും. നമ്മള് മധുരം ഇട്ടില്ല, ബിക്കോസ് ഷുഗർ ഒത്തിരി കഴിച്ചുകൂടാ. ഹണിയാണോ? ഹണി ഉണ്ട്, ഹണി ഉണ്ട്. നമ്മള് മേടിച്ചിട്ട് എത്ര ഇതുവരെ നമ്മൾ ഓപ്പൺ ചെയ്തിട്ടില്ല. ഫുഡ് വാങ്ങിച്ച ഇവിടെ കബേർഡ് ഷെൽഫിൽ നിറയെ സ്നാക്സ് ഉണ്ട്, കുറെ ബിസ്ക്കറ്റ് ഒക്കെ ഇരിക്കുന്നുണ്ട്, ഒന്നും തിന്നില്ല, എപ്പോഴും വാങ്ങിച്ചു വെക്കും. ഇവളാണ്. നീ എന്നെ പറയുന്ന മുന്നേ ഞാൻ നിന്നെ പറഞ്ഞു. പറയുന്നു, നമുക്കറിയില്ല, എഴുതിയിട്ടുണ്ട്. ഏതും കമ്പനിയാണെന്ന് പോലും അറിയില്ല. നമുക്ക് കുറച്ച് നട്ട്സ് ഡ്രൈ വാൾനട്ട് ഇടണോ? വേണ്ടാന്ന് എനിക്ക് ഇഷ്ടമില്ലെങ്കിലുണ്ട്. അത് കിട്ടിയാൽ നിനക്ക് തന്നാ പോരെ. കുറച്ച് റിച്ച് ആയോ എന്നൊരു സംശയം. അതെ, 2 ദിവസത്തേക്ക്. ഒഴിച്ചോ? ഇല്ല, അത് നമ്മളിത് ഓപ്പൺ ആണോ നോക്കണം, എനിക്ക് ഓർമ്മയില്ല. നോക്കൂ നോക്കൂ നോക്കൂ, ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ടോ? ഇവിടുത്തെ പ്രശ്നം മനസ്സിലായില്ലേ? ഞാൻ കാണിച്ചു തരാം. ഇവിടുത്തെ പ്രശ്നം ഇങ്ങനെ ബാക്ക് ക്യാമറ ആക്കാൻ പറ്റൂല. എനിക്കറിയാമല്ലോ. ഓക്കെ, ഇങ്ങനെ കാണിച്ചു തരാം. ബ്യൂട്ടിഫുൾ ആയിട്ടില്ലേ? ഇതാണ് ഇവിടുത്തെ പ്രശ്നം. 1/2 ലിറ്റർ പാല് പോയോ? ഇല്ല, ആ പാല് ഡേറ്റ് ആക്കി. ചീത്തയാകുമോ? ഇല്ല ഗൈസ്, അത് അകത്താണോ? അയ്യോ, അകത്ത് വീണ്. ഈന്തപ്പഴം ചീത്തയായി, ഇന്നലെ ചീത്തയായി. കണ്ടോ, ഇതാണ് ഇവിടുത്തെ പ്രശ്നം. ഇതിൽ ഊട്ടുണ്ടെന്ന് അറിഞ്ഞില്ല. ഇല്ല. അയ്യോ, ഈന്തപ്പഴം ചീത്തയാകുമോ? പാല് പറ്റി ഈന്തപ്പഴം ഇവക്ക് കൊടുക്കുക, ഇവള് തിന്നട്ടെ. കണ്ടോ ചെയ്ത് വെച്ചത്? എന്റെ നേരെ ആക്ച്വലി അവളാണ് അത് ചെയ്തത്. അതെ, ഞാനാണ് പാല് പിടിച്ച് ചരിച്ചത്. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നതാ. ഓക്കെ, നമുക്ക് കുറച്ച് ഹണി വെക്കാം. ഇത് ചരിക്കരുത്. തുറക്കണില്ല, തുറന്നു. ഞാൻ കുറച്ച് ഡിസൈൻ ആയിട്ടൊക്കെ വെക്കാം. അപ്പൊ രാവിലെ നമുക്ക് സ്പൂൺ കൊണ്ട് മിക്സ് ചെയ്ത് വെക്കാം. നിങ്ങക്ക് കാണുന്നുണ്ടോ? കാണുന്നില്ലെങ്കിൽ പറഞ്ഞ കമത്തി കാണിക്കാം. കമത്തി കാണിച്ചാൽ കുറച്ച് പാലും കൂടെ കളയാം. തുറക്കാനേ അറിയൂ, അടയ്ക്കാറില്ല. അറിയുന്നില്ല. ഓക്കെ, ഇതെന്താ ചെയ്യാ? എനിക്കിന്നെ കിടക്കണം ഇവിടെ. അത് നീ നക്കി കുടി. ഇതെന്താ പറയാ? അതിനെ ഇടൂല. ഇടണം, നീ ഇടണം. ചിരി കേട്ടാ തന്നെ ഓടും ആൾക്കാർ. ഓക്കെ, നമ്മൾ ഓൾ സെറ്റ്. കഴിച്ചിട്ട് കിടക്കണം. കഴിച്ചിട്ടില്ല, രാവിലെ ആ പിച്ചാത്തി മാറ്റി അത് നീ കണ്ണി തട്ടിക്കും. ഇത് അടച്ചു വെച്ചോ. ഓക്കെ, നമ്മുടെ ഇതിങ്ങനെ ഇരുന്നോട്ടെ. അത്രയും പോയി. ഇനി പാല് ഒഴിക്കണോ? കുറച്ചുകൂടെ പാല് ഒഴിക്കാം, ബിക്കോസ് കളഞ്ഞതല്ലേ, അതൊന്ന് കുറച്ചുകൂടെ ഒഴിക്കാം. 1 ലിറ്റർ ഒഴിക്കും, 1/2 ലിറ്റർ കളഞ്ഞു. നല്ല മിൽക്കാണ് ഗൈസ്. അതെ, ഞങ്ങൾ ഈ മിൽക്ക് വാങ്ങിച്ചു ബിക്കോസ് നമ്മള് കോഫി കുടിച്ച് ഉറങ്ങത്തില്ല രാത്രി. രാവിലെ എണീക്കണ്ടേ 5 മണിക്ക്. ഇന്ററപ്റ്റ് ചെയ്യലും. അടച്ചോ. ഇത് വാങ്ങി ബിക്കോസ് നിങ്ങൾക്കറിയാമോ, നമ്മൾ ഇവിടുന്ന് കുപ്പിപ്പാല് വാങ്ങിച്ച എപ്പോഴും ഫ്രിഡ്ജിൽ വെച്ചിട്ട് മറന്നു പോകും. അപ്പൊ എപ്പോഴും എടുത്ത് കളയണം. ഇതാകുമ്പോ ഡേറ്റ് നമുക്ക് കുറെ നാളെ ഇരിക്കും. ടിഷ്യൂ ബോക്സാ നീ പോന്നേ? നീ അവിടെ താത്ത് വെക്കും. ചരിച്ചിട്ട് അതെന്താ പോണേ? ചരിഞ്ഞു പോവോ? പിന്നെ ചരിഞ്ഞ വെള്ളമല്ലേ? പാത്രം ശരിയല്ല. ഞാനൊന്ന് നടിച്ച് കുളിക്കണം. പാല് കുളിച്ചു. ആ ടിഷ്യൂ അടക്കും. ഗൈസ്, നിങ്ങൾ കാണുന്നുണ്ടോ ഇത്? ഇല്ല, കണ്ണില്ല ആൾക്കാർക്കും. കാണുന്നുണ്ടോ നിങ്ങൾ ഇത് കാണുക. ഇവൾ ഒരുത്തി കാരണം ഞാൻ ഇങ്ങനെ മണ്ടത്തരങ്ങളെ കാണിക്കും. ഞാൻ മേളിൽ കിടക്കുക.
ഫുൾ അലമ്പായി നോക്കൂ ഗൈസ്. ഇനി ഇവിടെ കിടക്കാൻ കൊണ്ടില്ല. വാഷ് ചെയ്ത് വെക്കാം, അല്ലെങ്കിൽ ഇവിടെ എല്ലാം കണ്ടോ. ഒരു സോഫ്റ്റ് ഓവർനൈറ്റ് ഉണ്ടാക്കാൻ ജസ്റ്റ് 5 മിനിറ്റ് 5 മണിക്കൂറായിരുന്നു. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. നിങ്ങളൊക്കെ ഇത്രയും നേരം എടുത്തിട്ടാണ് അയ്യോ സോഫ്റ്റ് ഓവർനൈറ്റ് എടുക്കണം. അതെ, ഈ വ്ലോഗ് തീരുമ്പോ മിക്കാറും വേറൊന്നും ആഡ് ചെയ്യാനുണ്ടാവില്ല, സോഫ്റ്റ് ഓവർനൈറ്റ് മാത്രമേ ഉണ്ടാവത്തുള്ളൂ. അതിനുവേണ്ടി സെപ്പറേറ്റ് വീഡിയോ സെപ്പറേറ്റ് ആണ്. ഓക്കെ ഗൈസ്, അപ്പൊ നമ്മൾ ഇനി കടക്കാൻ പോകുന്നു. 5 മണിക്ക് എണീക്കുമെന്ന് വിശ്വസിക്കുന്നല്ലേ? ഓക്കെ, 5 മണിക്ക് എണീച്ചിട്ട് എണീച്ചിട്ട് നമ്മൾ ബാക്കി ബ്ലോഗിലിടാം. ഓക്കെ, ബാക്കി ബ്ലോഗിലിടാം. ഓക്കെ, ഞങ്ങളൊരു മൈക്ക് വാങ്ങിന്ന് പറഞ്ഞിട്ട് ഇത് ഇതാണ്. അത് കാണിക്കണ്ട, അത് കാണിക്കുന്നത് ബട്ട് ഇത് ഇങ്ങനൊക്കെയാണ് കേസ് തുടങ്ങുന്നത് എല്ലാവരും അല്ലേ? നിങ്ങളും അങ്ങനെ ഇല്ലായിരുന്നു? കാശിലിപ്പോ ഞങ്ങൾ നല്ലത് വാങ്ങിക്കും. അതെ, കാശിനാണ് ഞങ്ങൾ ഇത് വാങ്ങിച്ചത്. ഞാൻ ഫ്രീ ആയിട്ട് കിട്ടുമോ? ഓക്കെ, സൈനിങ് ഓഫ്. രാവിലെ കാണാം. ബൈ ദ വേ. ഓക്കെ ഗൈസ്, അപ്പോൾ സി യു, ബൈ ബൈ, ടാറ്റ, ഗുഡ് നൈറ്റ്. രാത്രി യാത്രയില്ല. ബൈ ഗൈസ്. അപ്പോൾ നമ്മൾ ഓഫീസിൽ പോകാൻ റെഡിയായി. ബൈക്കിലൊന്നും പ്രശ്നമില്ല, ഇങ്ങനെ പറയാം. ഞങ്ങൾ മൈക്ക് എടുക്കാൻ മറന്നുപോയി. പെട്ടെന്ന് ഇറങ്ങിയ പുറത്ത്. ഇപ്പോൾ 9:30 ഞങ്ങൾക്ക് ഓഫീസ് ടൈം ആവുന്നത്. നമുക്ക് ഇന്ന് 5 PM വരെ വർക്കുള്ളൂ. അപ്പോൾ നമ്മൾ സൂര്യനെ കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ നിന്നത്. അപ്പം നമ്മൾ ഓഫീസിൽ പോയി വന്നിട്ട് ഈവനിങ് ഞങ്ങളൊരു സ്ഥലത്ത് പോകും. നമ്മളിവിടുത്തെ പള്ളിയിലൊക്കെ പോയി ഫുഡ് വാങ്ങാൻ, നോമ്പ് മുറിക്കാൻ വേണ്ടിയിട്ട് പോയിട്ട് വരാം. ഹായ്.